ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് ഇന്നർ. അപ്പോൾ CACP കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക് അതുപോലെ തന്നെ സെക്രട്ടറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചൊക്കെ പഠിച്ചവരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ടാണ്, അക്കൗണ്ടിങ്ങിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരു BCom പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും എന്താണ് അക്കൗണ്ടിങ് ചോദിച്ചാൽ അതിനൊരു റിപ്ലൈ ഉണ്ടായിരിക്കില്ല. എന്താണത്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡ്സ്, ക്ലാസിഫൈങ് ആൻഡ് സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സ്, interpreting and summarizing the result thereof. That is the definition for accounting. അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷനൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അതിൻ്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നൊക്കെ പറയാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് നമ്മൾ ഒരു ബിസിനസ്സിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ഒരു ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്യുക. അതിന് ജേണലുണ്ട്, ലെഡ്ജറുണ്ട്, ക്യാഷ് ബുക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട് അല്ലേ. ആ ബുക്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസൊക്കെ വരുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ ഓരോ ഐറ്റംസ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലും എന്തൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, അത് പഠിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഐറ്റംസ്, അപ്പോൾ അതിന് റവന്യൂ ഐറ്റംസ്, ദെൻ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഇനിയും ഡീറ്റെയിൽഡ് ആയി തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം, ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അല്ലേ. ദെൻ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്? ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അസർട്ടൈൻ ചെയ്യുക, എത്ര ലോസ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് എന്തായിരുന്നു? ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. സെക്കൻഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സിബിറ്റ് ചെയ്യുക. അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, ട്രാൻസാക്ഷനൊക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, സമ്മറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഗവൺമെൻറ്, സപ്ലൈസ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഇങ്ങനെയുള്ള പാർട്ടീസിനൊക്കെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. then ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊന്നും നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ബുക്ക് കീപ്പിംഗ്. എന്താ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് തന്നെയാണ്. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ബിസിനസ് ഉണ്ടായിരുന്നില്ല, ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. അക്കൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നതിന് മുമ്പേ എന്തുണ്ടായിരുന്നു? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് അറിയണ്ടേ? നമ്മുടെ ബിസിനസ്, നമ്മൾ നടത്തുന്ന സ്ഥാപനം നഷ്ടമാണോ ലാഭമാണോ എന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തിരുന്നു? ബുക്ക് കീപ്പിംഗ്. ഒരു ബുക്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ എഴുതി വയ്ക്കും, എന്തൊക്കെയാണ് എക്സ്പെൻസ്, എന്തൊക്കെയാണ് റവന്യൂ എന്നുള്ളത് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇത് ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റോട്ടീൻ ആൻഡ് ക്ലറിക്കൽ നേച്ചറായിരുന്നു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. മോർ ക്ലറിക്കൽ വർക്കായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ദെൻ ഡസ് നോട്ട് ഷോ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കറക്റ്റ് ഫിനാൻഷ്യൽ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുക്ക് കീപ്പിങ്ങിൽ എന്താണ് ബുദ്ധിമുട്ടാണ്.
അതെന്താണ്, ഇത് ഒരു ക്ലറിക്കൽ വർക്കായിട്ട് ചെയ്യുന്നതാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസോ അല്ലെങ്കിൽ ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ടൈമിലൊക്കെ ബുക്ക് കീപ്പിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എക്സിബിറ്റ് ചെയ്യാൻ ബുക്ക് കീപ്പിങ്ങിനെ കൊണ്ട് കഴിയില്ല. ജസ്റ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റോട്ടീനും റെഗുലറും ആയിട്ടുള്ള ക്ലറിക്കൽ വർക്കാണ് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിരുന്നു ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അക്കൗണ്ടിങ് ആരാ ഡെവലപ്പ് ചെയ്തത്? ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ, ലൂക്ക പാസിയോളി. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ആണ് കുറച്ച് ടേംസ്, അക്കൗണ്ടിങ്ങിലുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ടേംസ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് റവന്യൂ. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ദാറ്റ് ദ ബിസിനസ് ഏൺസ് ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ സർവീസസ്, ദാറ്റ് ഈസ് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വിറ്റിട്ട് ആ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഇൻകത്തെയാണ് എന്ത് പറയുക? റവന്യൂ എന്ന് പറയുക. ഓക്കെ, സെയിൽ ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ കമ്മീഷൻ ലഭിക്കുക, അല്ലെ റെൻറ്റിലൂടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ലഭിക്കുക, റോയൽറ്റി ലഭിക്കുക, ഇതൊക്കെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻകമാണ്. അതിനാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, തന്നെയാണ് എക്സ്പെൻസ് അല്ലേ. വാട്ട് ഈസ് എക്സ്പെൻസ്? എക്സ്പെൻസ് മീൻസ് ദ എമൗണ്ട് എക്സ്പെൻഡഡ് ടു ഏൺ റവന്യൂ, അല്ലെങ്കിൽ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിങ് റവന്യൂ. അതായത് റവന്യൂ ഉണ്ടാക്കാൻ വരുന്ന ചിലവിനാണ് എന്ത് പറയാം? ഒരു എമൗണ്ടിനാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റവന്യൂ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് കോസ്റ്റ്, അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. റെൻറ്റ്, വേജസ്, സാലറി, ഇതൊക്കെ പേ ചെയ്യുന്നത് എന്താണൊക്കെ എക്സ്പെൻസാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ലോങ് ടേം ആയിട്ടുള്ള ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് അസറ്റൊക്കെ വാങ്ങാൻ വരുന്ന ചിലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ലാൻഡ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള റെപ്രസെൻറ്റ് ദ എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ റെൻറ്റ് കൊടുക്കുക, സാലറി കൊടുക്കുക, അതൊക്കെ ഡെയിലി വരുന്നതാണ്. ഒരു വർഷത്തിൽ 10 വർഷത്തിന് ഒന്നും ഒരിക്കലും ഒറ്റയടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ലത്. മന്ത്ലി അങ്ങനെ ഡെയിലി റൊട്ടീൻ നേച്ചറിലുള്ള എക്സ്പെൻസിനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, എന്താണ് ലോസ് എന്ന് പറയുന്നത്? എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ദ ഇൻകം അല്ലെങ്കിൽ റവന്യൂ, അതാണ് ലോസ് എന്ന് പറയുന്നത്. അതായത് റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരിക അല്ലെങ്കിൽ വരവിനേക്കാളും കൂടുതൽ ചിലവ് വരിക, അതാണ് ലോസ് എന്ന് പറയുന്നത്. ദെൻ ലോസ് ആണെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് സ്ഥാപനത്തിന് എന്തല്ല അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. അതായത് ഓണേഴ്സ് ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ, ഷെയർസിൻ്റെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഒരു ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വെൽത്ത് അല്ലേ, ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, കമ്പനീൻ്റെ വെൽത്തൊക്കെ ഇൻക്രീസ് ചെയ്യും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ്സിൽ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് എന്താണ് ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ക്യാഷ് ഓർ എനി അസറ്റ് ടേക്കൺ അവേ ബൈ ബിസിനസ്മാൻ ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അതായത് ഒരു ബിസിനസ്സിലെ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്, അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോ ചെയ്യണമെങ്കിൽ അതിനെയാണ് ഡ്രോവിങ്സ് എന്ന് പറയുക. ഓക്കെ, ക്യാഷ് ഈക്വലൻസ്, ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസറ്റോ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് അസറ്റ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓർ തിങ്സ് ഓഫ് വാല്യൂസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ഓക്കെ, മോണിറ്ററി ടേംസിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ തിങ്സ്, ആ ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസോ തിങ്സിനാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ലിഗേഷൻ വിച്ച് ദ ബിസിനസ് ഓസ് റെപ്രസെൻറ്റ് ദ ക്ലെയിം ഓഫ് ഔട്ട്സൈഡേഴ്സ് എഗെയിൻസ്റ്റ് ദ അസറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, ഒബ്ലിഗേഷൻ വിച്ച് ദ ഫേം ഓസ്, ആ ഫേമിനുള്ള കുറച്ച് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കടപ്പാടിന് എന്ത് പറയുക, ലാബിലിറ്റീസ് എന്ന് പറയാം. ആ ഫേമിന് കൊടുത്തു തീർക്കേണ്ട കുറച്ച് ബാധ്യതകളെ നമുക്ക് ലാബിലിറ്റീസ് എന്ന് പറയാം. ഷോർട്ട് ടേം ആയിരിക്കാം, ലോങ് ടേം ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിസിനസ് ബൈ ഓണേഴ്സ്, ഇറ്റ് ഈസ് ദ ക്ലെയിം ഓഫ് ഓണേഴ്സ് ഓൺ ദ അസറ്റ് ഓഫ് ദ ബിസിനസ്, ആൾസോ കാൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. അതായത് ഒരു ഷെയർ ഹോൾഡർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണീനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ എന്ന് പറയാം അല്ലേ.
അങ്ങനെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അയാളൊരു ഷെയർ ഹോൾഡറായിട്ട് മാറും. ക്യാപിറ്റലിന് രണ്ട് വിധത്തിലുണ്ട്. ഫിക്സഡ് ക്യാപിറ്റലുണ്ട്, ഫ്ലോട്ടിംഗ് ക്യാപിറ്റലുണ്ട്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ അക്വയറിങ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ലാൻഡ്, ബിൽഡിങ്, അതുപോലെയുള്ള ഫർണിച്ചർ, അതിനുള്ള ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേമിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് സെയിൽ സച്ച് ആസ് സ്റ്റോക്ക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടേം ആയിട്ടുള്ള സെയില്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അസറ്റിനാണ് എന്ത് പറയുന്നത്? ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ അക്വയറിങ് ഫിക്സഡ് അസറ്റ്. ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പക്ഷേ ടെമ്പററി ആയിട്ടുള്ള അസറ്റ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവിനാണ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സെയിൽസ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടി വരുന്നത്. നെക്സ്റ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി വരുന്ന ചിലവിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ. എപ്പോഴും ഒരു പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്നതാണ് ആ ഫേമിന് എപ്പോഴും അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ആണ് സെയിൽ. എന്താണ് സെയിൽ എന്ന് പറഞ്ഞാൽ? ഒരു മെയിൻ ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് സെയിലായിരിക്കും. ദ ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു സർവീസിലൂടെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ വിൽപ്പനയിലൂടെ ഒരു കമ്പനിക്ക് ലഭിക്കുന്ന ഒരു കമ്പനി ഏൺ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഏൺ ചെയ്യുന്നത് ഏതിലൂടെയാണ്? സെയിൽസിലൂടെയാണ്. ഒരു കമ്പനീസിൻ്റെയൊക്കെ മെയിൻ ഇൻകം അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ആയിരിക്കും. അപ്പോൾ നെറ്റ് സെയിൽസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ അല്ലേ. സെയിൽസ് റിട്ടേൺ കുറച്ചാൽ ഗ്രോസ് സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽ കിട്ടും. ഓക്കെ. എന്താണ് ടോട്ടൽ ഓർ ഗ്രോസ് സെയിൽ എന്ന് പറഞ്ഞാൽ? ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഇൻക്ലൂഡ് ചെയ്താണ് ടോട്ടൽ അല്ലെങ്കിൽ ഗ്രോസ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. സെയിൽസ് റിട്ടേൺ എന്താണെന്ന് ഞാൻ ഐറ്റംസ് പറയുമ്പോൾ പറയാം. സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ പർച്ചേസസ്. എന്താ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ഓഫ് ബിസിനസ് അല്ലേ. അതായത് റോ മെറ്റീരിയൽസ്, നമ്മൾ ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വരുന്ന ടോട്ടൽ എക്സ്പെൻസിനാണ് പർച്ചേസസ് എന്ന് പറയുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി രണ്ടും സെയിം തന്നെയാണ്. റെപ്രസെൻറ്റ് ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സ്പെയർസ് അറ്റ് ദ ക്ലോസ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, റോ മെറ്റീരിയൽസ് ആവാം, അതിനൊക്കെ നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്നാണ് പറയുക. രണ്ട് വിധത്തിലുള്ള സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഓക്കെ. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് കറണ്ട് അക്കൗണ്ടിങ് ഇയർ വിൽ ബി ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ ഈ മന്ത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ ഫസ്റ്റ് വരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. ആ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് നെക്സ്റ്റ് ഇയറിൽ അറിയപ്പെടുക. ഓക്കെ. ഇങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണക്കാക്കുക? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണക്കാക്കുക. മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ. ദെൻ ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ആവറേജ് ആണ് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് ആണ് ഡെപ്റ്റേഴ്സ്. ആരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ദ പേഴ്സൺ ഹൂ ഔട്ട് ടു ദ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഡെപ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ കടത്തിന് സാധനങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്ന പേഴ്സൺസ്, ഓക്കെ, അവരെയാണ് എന്ത് പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അവർ ബിസിനസ്സിന് എന്ത് കൊടുക്കാനുണ്ട്? ക്യാഷ് കൊടുക്കാനുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ആണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന ഡെപ്റ്റേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദ പാർട്ടീസ് ടു ഹൂം ദ ബിസിനസ് ഓസ്. ബിസിനസ് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ആര്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ക്രെഡിറ്റേഴ്സാണ് നമ്മുടെ. ഓക്കെ. ദെൻ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദ എക്കണോമിക് ഇവൻറ്റ് ദാറ്റ് relate to a business entity, the dealings of business having an impact on business in monetary terms. അതായത് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് മണി ഉണ്ടായിരിക്കും ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു മോണിറ്ററി എഫക്റ്റ്, ഒരു മോണിറ്ററി ടേംസിലാണ് ഇത് പറയുക. ട്രാൻസാക്ഷൻ ഓഫ് മണി ഒരു മണിയുടെ രൂപത്തിൽ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്
ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു ഇടപാട്, പണപരമായിട്ടുള്ള ഇടപാട്, അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് എക്സ്പെൻഡിച്ചർ ഇൻ റവന്യൂ നേച്ചർ ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ഐറ്റംസ് ഓഫ് ദെയർ ഹ്യൂജ് എമൗണ്ട്. റവന്യൂ നേച്ചറൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ അത് ക്യാപിറ്റൽ ഐറ്റം ആയിട്ടാണ്, അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് കാരണം അതിനെ ക്യാപിറ്റൽ ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അതായത് ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇതിന് എക്സാമ്പിളാണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് നമുക്കത് എന്ത് കൂട്ടാം? ഒരു റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ ഒരു 5-6 വർഷങ്ങൾ കഴിയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണിത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള വേറൊരു വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടക്കക്കാർക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിരിക്കും, ഇത് പഠിച്ചവർക്ക് സിമ്പിളായിരിക്കും. ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയും നല്ല ക്ലാസ്സുകൾ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.